ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചതും അതുപോലെ ഞാൻ കൂടുതൽ ഈയിടെയായിട്ട് പഠിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നത്. കുരിശുവര. കാരണം ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ കുരിശിനെക്കുറിച്ച് ഈ കുരിശുവര ബൈബിളിലുണ്ടോ എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയായത്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോട് കൂടെ നെക്കി അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഇവിടെയൊക്കെ നമുക്ക് ഒരു കൃത്യമായ ഒരു വിശകലനം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 9 അധ്യായം 4 വാക്യത്തിലെ നെറ്റിൽ ദൈവത്തിന് മുദ്രയില്ലാതെ മീൻസ് ഇവിടെയൊക്കെ മുദ്രകളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കുരിശുവരയെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ 12 അധ്യായത്തിൽ പറയുന്നത്, 1 വാക്യത്തിൽ പറയുന്നത്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോട് നെറ്റിയിൽ അവൻ്റെ നാമം മീൻസ് അതെല്ലാം കുരിശ് അടയാളമായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിതിനെ ഹിസ്റ്റോറിക്കലായിട്ട് ചിന്തിക്കുമ്പം ഈ യേശു സ്വയം തിരഞ്ഞെടുത്ത ഒരു അടയാളമല്ല കുരിശ്. ആ കാലത്ത് യഹൂദന്മാർ ഈശോയ്ക്ക് കൊടുത്ത ഒരു 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 ശിക്ഷാ രീതിയാണ് കുരിശ്, അല്ലാതെ യേശു സ്വയം തിരഞ്ഞെടുക്കത്ത രീതിയല്ല കുരിശ്. പക്ഷേ കർത്താവ് മരിച്ച് ഉദ്ധാനം ചെയ്ത് തന്നതുകൊണ്ടാണ്, അതായത് മനുഷ്യൻ കർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണമാണ്. അല്ലെങ്കിൽ ഈ റോമാക്കാരുടെ ഒരു മെത്തേഡായിരുന്നു ഈ ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് കാരണമായത് യഹൂദരാണ്. അപ്പോൾ അവരാണുള്ള കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് യഹൂദരായിരുന്നു. അപ്പോൾ പക്ഷേ കർത്താവിനെ ക്രൂശിച്ച് കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ചവരുടെ ഉദ്ദേശം നടന്നില്ല. കർത്താവൻ മരിച്ചുദ്ധാനം ചെയ്തു. അപ്പോൾ അവനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നാണ് നമ്മൾ ഈ ബൈബിൾ തന്നെ ആ പോൽസോ, അതായത് പാപമുള്ളവനെ മരണമുള്ളൂ. കർത്താവിൽ പാപമില്ലാതെ ഇരുന്നതിനാൽ അവൻ മരണത്തെ അതിജീവിച്ചു എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പം കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശിൽ കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷെ അത് പരിപൂർണമായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് മാറുന്നത്. കർത്താവ് മരിച്ച, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ആ കുരിശിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാപങ്ങൾ മാറ്റുവാൻ വേണ്ടി നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. ആ കുരിശിൻ്റെ അതിജീവനം, പാപത്തെ മറികടക്കാൻ വേണ്ടി ഈ കുരിശ് വരച്ച് നമ്മൾ പറയും. നമ്മൾ സൊല്യൂഷൻ രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു അർത്ഥങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ പൗരസ്ത്യ സഭകൾ ഈസ്റ്റ് എന്തർച്ച് കുരിശ് വരയ്ക്കുന്നത് വലത്തുനിന്ന് ഇടത്തേക്കാണ്. അപ്പം അതിന് തന്നെ ഒരു അർത്ഥമുണ്ട്. അതായത് പ്രകാശമാകുന്ന മിശിഹ വരുമ്പോൾ അന്ധകാരം മാറ്റപ്പെടുന്നു. അത് നമ്മുടെ ശിരസിലെ, നമ്മുടെ ആദരത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ ഇങ്ങനെ 3 തരത്തിലാണ് വരയ്ക്കുന്നത്. ഇനി പിതാപുത്രം വെക്കുന്നത് അതുപോലെ തന്നെയാണ്. അച്ഛൻ ആശീർവദിക്കാൻ ശ്രദ്ധിച്ചാണ്. ലോകത്തിൽ ആ അടുത്ത പുരോഹിതൻ ആശീർവദിക്കുന്നത് എവിടെ നിന്നാണ്? ഇടത്തുനിന്ന് വലത്തോട്ടാണ്. അതായത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വലത്തും ഇടത്തോട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ കുരിശ് തന്നെയാണ് പറയുന്നത്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. രക്ഷയുടെ ആ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പം അതുകൊണ്ട് അവനെ ക്രൂശിക്കാൻ ഉപയോഗിച്ച ഒരു ശിക്ഷയുടെ ഉപകരണം, രക്ഷയുടെ ഒരു സിംബലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കുരിശ്. അപ്പം നമ്മൾ കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷ സ്വീകരിക്കുന്നു, രക്ഷയിലേക്ക് നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കുരിശ് വരയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനെ നമ്മൾ വിശുദ്ധമായിട്ട് കാണുന്നത്. നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നതും അതിരത്തിൽ വലിയ കുരിശ് വരയും ചെറിയ കുരിശ് പിതാവിനും പുത്രനൊക്കെ വെക്കുന്നത് കർത്താവ് യേശു മിശിഹായുടെ രക്ഷ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, ആ രക്ഷയിലേക്ക് നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, ചെറിയൊരു പ്രാർത്ഥനയാണ്. അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ വിവിധ അവയവങ്ങളിൽ നമ്മുടെ ശിരസ്, നമ്മുടെ ചിന്തകളെ നമ്മൾ വിശദീകരിക്കുന്നു, നമ്മുടെ സംസാരത്തെ നമ്മൾ വിശദീകരിക്കുന്നു, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അല്ലാതെ പ്യുവർലി ബൈബിളിൽ കുരിശ് വരച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളതല്ല അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതല്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഈ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മുടെ ആടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ബ്ലെസ്സിങ് പോലും പൗലോസ്ലിഹയുടെ സൈറ്റേഷൻസ് ആണ്. അപ്പം പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ